ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ കണ്ടിന്യൂറ്റി എന്ന് ചോദിക്കുന്ന ഡിഫറൻഷ്യബിലിറ്റി എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ടി വെച്ചോ തീറ്റ വെച്ചോ ലാംഡ വെച്ചോ ഒക്കെ ചോദ്യം തരും. നോക്കിക്കോ, ഇവിടെ എക്സ് ഈക്വൽ ടു എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും വൈ ഈക്വൽ ടു 2at എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുമാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് dy/dx ആണ്, ടി വെച്ചൊന്നുമല്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ എക്സ് ഈക്വൽ ടു എ ടി സ്ക്വയർ ഇല്ലടാ, അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. അതായത് dx/dt, അതായത് ടി വെച്ച് തന്നെ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കും. നോക്കിക്കോ, എ ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വേണം, എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതുപോലെ തന്നെ എഴുതി. ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വേണം, ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന പോലെ തന്നെ എടുക്കണം. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. അപ്പൊ ടി സ്ക്വയറിന് എന്തായിരിക്കും? 2t. അപ്പോ 2t മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഒന്ന് നീറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ 2at എന്ന് എഴുതാമല്ലോ. എഴുതി, ഇത്രേ ഉള്ളൂ. ഇനി dy/dt കണ്ടുപിടിക്കും. അതായത് y 2at ആണ്. അപ്പൊ dy/dt എങ്ങനെയാണ്? 2a കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതുപോലെ തന്നെ എഴുതി. ടിയുടെ ഡെറിവേറ്റീവ് വേണം, ടിയുടെ ഡെറിവേറ്റീവ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന പോലെ. എക്സിന്റെ ഡെറിവേറ്റീവ് 1 അല്ലടാ, അപ്പൊ ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? 1. അപ്പൊ 2a × 1 എന്ത് വന്നു? 2a. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് dy/dx ആണ്. ശ്രദ്ധിച്ചോളണം, dy/dx ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ ആണ്. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച dy/dt dx/dt കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡിറ്റിയും ക്യാൻസൽ ആയി പോകും, ബാക്കി dy/dx വരും. അപ്പൊ മേളിൽ എഴുതേണ്ടത് എന്താടാ? dy/dt എന്ന് പറഞ്ഞാൽ 2a, താഴെ dx/dt എന്ന് പറഞ്ഞാൽ എന്താണ്? 2at. 2aയും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 1/t. സിമ്പിൾ അല്ലേടാ? വളരെ സിമ്പിൾ.